മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ പ്രതി ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി. ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് വിവരങ്ങൾ മായ്ച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫോൺ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിൽ അയച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ എന്നാരോപിച്ച് കോഴിക്കോട് SP ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തുകയാണ്. നിലവിൽ വിശദാംശങ്ങളുമായി ആകാശാണ് ചേരുന്നത്. ആകാശ്, അപ്പോൾ രണ്ട് കാര്യത്തിലാണ് വിവരങ്ങൾ വേണ്ടത്. ഒന്ന്, ഈ ഫോൺ റീസെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഈ ജിതിൻ എന്ന് പറയുന്നയാൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പോലീസിന് കണ്ടെത്താനുള്ളത് ഇത് ജിതിൻ തന്നെയാണോ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ തേടിയായിരിക്കുമല്ലോ ഈ ഫോൺ കസ്റ്റഡിയിൽ എടുത്ത് കാണുക. അപ്പോൾ പക്ഷേ അത് ഫോൺ റീസെറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, CPM ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ആരോപിച്ച് നടത്തുന്ന മാർച്ചാണ്. ആ മാർച്ച് ഇപ്പോഴും തുടരുകയാണോ? മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം എത്തിയിരുന്നത് റിബേഷിലാണെങ്കിലും അത് പിന്നീട് ജിതിനിലേക്ക് അന്വേഷണം എത്തുന്നു. ജിതിൻ ആണ് ഈ സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ജിതിന്റെ മൊബൈൽ ഫോണാണ് പ്രത്യേക പരിശോധനയ്ക്കായി അയച്ചത്. അതിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ജിതിൻ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തിട്ടുണ്ട്, മൊബൈലിലുള്ള ഡാറ്റകളെല്ലാം കളഞ്ഞിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുകയും കൂടാതെ തന്നെ ഈ ഒരു സംഭവം ഈ മൊബൈൽ റീസെറ്റ് ചെയ്ത കാര്യം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ജിതിൻ പറയുകയും ചെയ്തു. അതിനാൽ തന്നെയാണ് ജിതിൻ ഇന്നുകൂടിയാണ് ഇന്ന് 5 മണിയോട് കൂടിയാണ് പോലീസിന് കസ്റ്റഡിയിൽ ഉണ്ടാവുക. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനു മുൻപ് തന്നെയായി ജിതിൽ നിന്ന് കൂടുതൽ ഇതിൽ നിർണായകമായ ചില മൊഴികൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി വന്നാൽ ജിതിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള അപേക്ഷ ഉൾപ്പെടെ നൽകാനാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ നീക്കം. അതിനിടയിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് UDF പോലീസുകാർ ഗൂഢാലോചനയുടെ പരമായിട്ടാണ് DYFI CPM പ്രവർത്തകരെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ശരി ആകാശ്, ഇപ്പോൾ